നമസ്കാരം. ഓഗസ്റ്റ് 26-നാണ് ജന്മാഷ്ടമി വരുന്നത്. ജന്മാഷ്ടമിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജന്മാഷ്ടമിക്ക് മുൻപ് തന്നെ ചില സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഭഗവാന്റെ കടാക്ഷത്താൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ജന്മാഷ്ടമിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവിൽ സമയം അനുകൂലമല്ല. എന്നിരുന്നാൽ പോലും ജന്മാഷ്ടമിക്ക് മുൻപുള്ള ഈ സമയങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ തന്നെ ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായി സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ചില കാര്യങ്ങൾ ഇവർക്ക് വാങ്ങുവാൻ സാധിക്കുന്നതാണ്. ഇവർ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം. ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കർമ്മപുഷ്ടിയുള്ള സമയം തന്നെയാണ് ഇത്. തൊഴിലുമായി ബന്ധപ്പെട്ട് അല്പം ഉയർച്ച നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മറ്റുള്ളവരെ ആകർഷിക്കുന്നതായ പലവിധ ആശയങ്ങളും ഇവർക്ക് നടപ്പിലാക്കുവാൻ സാധിക്കുകയും മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും. സാമ്പത്തികപരമായ ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഇത്. മാനസികപരമായ സംതൃപ്തി നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്പം ലാഭം വർദ്ധിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ ചില നിമിഷങ്ങൾ ഈ സമയം വന്നു ചേരാം. കൂടാതെ ഈ സമയം സൗഖ്യം വന്നു ചേരുകയും ആഗ്രഹിച്ചതായ ഭക്ഷണം ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഈ സമയം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടതായ ദിവസം തന്നെയാണ് ഇത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പല ദുരിതങ്ങളെയും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും ഈ കാര്യം പ്രത്യേകം രോഹിണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആയില്യം നക്ഷത്രക്കാർക്കും അഷ്ടമി രോഹിണിക്ക് മുൻപുള്ള ഈ ദിവസങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. പ്രായോഗികമായ ചിന്തകൾ പുലർത്തുവാൻ സാധിക്കുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. അവസരങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതായ സമയം. അതിനാൽ തന്നെ പല സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുവാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. ആരോടും അമിതമായ ദേഷ്യമോ വിധേയത്വമോ പുലർത്താതിരിക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയം തന്നെയാണ് ഇത്. കൂടാതെ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കുകയും അതിൽ ശരിയായത് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. ഭഗവാന്റെ കടാക്ഷത്താൽ തടസ്സങ്ങളിൽ തളരാതെ തന്നെ ആത്മശക്തി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ബന്ധുക്കളുടെ പിന്തുണ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും വിജയം നേടുവാൻ സാധിച്ചു എന്ന് പറയാം. വാഗ്ദാനങ്ങൾ പാലിക്കുവാനായി ശ്രമിക്കുകയാണ് എങ്കിൽ അതൊരു പരിധിവരെ വിജയിക്കുവാൻ സാധിക്കും. കൂടാതെ ശുഭാരംഭങ്ങൾ ഈ സമയം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ആരംഭിക്കേണ്ടതാകുന്നു. ഈ സമയം പ്രധാനമായും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അല്പം ആശ്വാസം വന്ന് ചേരുന്നതായ സമയമാകുന്നു. പാഴ്ചെലവുകൾ അല്പം നിയന്ത്രിക്കുവാൻ സഹായകരമായ സമയം തന്നെയാണ് ഇത്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. പൊതുവിൽ നിങ്ങൾക്ക് സമയം അനുകൂലം തന്നെയാകുന്നു. ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ ഈ കാര്യങ്ങൾ സംഭവിക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഉദ്യോഗത്തിൽ അർഹമായ പദവി ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതൽ തന്നെയാകുന്നു. ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ തന്നെ പല വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കാതെ സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളെയും പഠിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും ആർജവത്തോടെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് പ്രത്യേകമായ കഴിവ് വന്നു ചേരും. പല കാര്യങ്ങളിലും ഉത്സാഹപൂർവം മുന്നിട്ടിറങ്ങുകയും അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ ഈ സമയത്ത് സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പല പ്രതിസന്ധികളിലും
നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ആത്മധൈര്യം വർദ്ധിക്കുന്നതാകുന്നു. കൂടാതെ ഗാർഹികമായ കാര്യങ്ങളിൽ അഥവാ നിങ്ങളുടെ കുടുംബ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നടത്തി കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം കടം വാങ്ങിയ തുക അത് നിങ്ങൾക്ക് ഗഡുക്കളായി നൽകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ അടുക്കളയുമായി ബന്ധപ്പെട്ട് അഥവാ പാചകവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം ഗുണകരമായ കാര്യങ്ങൾ വർദ്ധിക്കുന്നതായ സമയം തന്നെയാകുന്നു. ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ ജന്മാഷ്ടമിക്ക് മുൻപുള്ള ഈ ദിവസങ്ങൾ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഭാഗ്യം തുണയ്ക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ വിജയം നേടുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതാകുന്നു. മൂലം നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാകുന്ന സമയം തന്നെയാണ് ജന്മാഷ്ടമിക്ക് മുൻപുള്ള ഈ സമയങ്ങൾ. കാരണം ജോലിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. പല വ്യക്തികളിൽ നിന്നും അതൃപ്തി നിങ്ങൾക്ക് നേരിടേണ്ടതായി വരും. എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിക്കും വിധം പെരുമാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിൽ ഇടപെടലുകൾ നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. സഹപ്രവർത്തകരിൽ നിന്നോ വേണ്ടപ്പെട്ടവരിൽ നിന്നോ ചില സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആരോഗ്യപരമായി അല്പം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം. എന്നാൽ വാഗ്വാദങ്ങൾക്ക് മുതിരാതിരിക്കുക എന്നതാണ് കരണീയം. കൂടാതെ ഈ സമയം മംഗളകർമ്മങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രധാനമായും ധനപരമായ ചില നേട്ടങ്ങൾ അല്ലെങ്കിൽ ധനപരമായ ആശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഭഗവാന്റെ കൃപാ കടാക്ഷമുള്ളതിനാൽ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. തർക്കങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ അനുകൂലമായി തീർന്നു എന്ന് വരാം. ഭഗവാനെ ഈ സമയം ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഉത്രാടം നക്ഷത്രക്കാർക്കും ജന്മാഷ്ടമിക്ക് മുൻപുള്ള ഈ ദിവസങ്ങൾ അനുകൂലമാണ് എന്ന് പറയാം. എന്നിരുന്നാലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ദോഷകരമായ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതാണ്. എന്നാൽ തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ നിത്യവും ആരാധിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ജന്മനക്ഷത്രത്തിലും ജന്മരാശിയിലും ചന്ദ്രൻ സഞ്ചരിക്കുകയാൽ ഈ സമയം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ആഹ്ലാദകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. വിനോദയാത്രകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. അപ്രതീക്ഷിതമായി തന്നെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിപണികൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. അതായത് കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ഉന്മേഷകരമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. എന്നാൽ ചില കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം. അതിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരാം. കൂടാതെ ഈ സമയം ദൗത്യങ്ങളിൽ ആത്മാർത്ഥത പുലർത്തുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യാം. കലാപ്രവർത്തകർക്കും അനുകൂലമായ ചില സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഈ സമയം അവസരങ്ങൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം ഭഗവാനെ ആരാധിക്കുകയും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ജന്മാഷ്ടമിക്ക് മുൻപുള്ള ഈ ദിവസങ്ങളിൽ പോകുന്നതും ഏറ്റവും ശുഭകരവുമാകുന്നു. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ചില സാഹചര്യങ്ങൾ ജന്മാഷ്ടമിക്ക് മുൻപുള്ള ഈ സമയങ്ങളിൽ വന്നു ചേരും. എന്നാൽ ഈ സമയം നോക്കുകയാണ് എങ്കിൽ ജന്മരാശിയുടെ 12-ലും ജന്മരാശിയിലും 2-ലുമായി ചന്ദ്രൻ സഞ്ചരിക്കുകയാൽ അലസത അല്പം വർദ്ധിക്കുന്ന സമയമാകുന്നു. എന്നാൽ ഭഗവാന്റെ അഥവാ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഉത്തരവാദിത്തങ്ങൾ അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കേണ്ടതായ സമയമാകുന്നു. അത് അത്തരത്തിൽ തന്നെ ചെയ്ത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക.
ജോലിഭാരം വർദ്ധിക്കും. എന്നിരുന്നാൽ പോലും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആദായം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചെലവ് അല്പം വർദ്ധിക്കും. എന്നിരുന്നാലും കൈകളിൽ ധനം നിൽക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. യാത്രകൾ ചെയ്യേണ്ടതായി വരാം. അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുകയോ ചില ദോഷകരമായ കാര്യങ്ങളിൽ നിന്നും പിൻവാങ്ങുവാനോ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഇത് ഭഗവാന്റെ കൃപാ കടാക്ഷത്താലാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ജന്മാഷ്ടമിക്ക് മുൻപുള്ള ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നു. എന്നാൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുകയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ജന്മാഷ്ടമിക്ക് മുൻപുള്ള ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. ശുഭാരംഭങ്ങൾക്ക് ശുഭകരമായ അഥവാ ഉചിതമായ സമയമാകുന്നു. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ മനസമാധാനം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അല്പം നേട്ടം പ്രതീക്ഷിക്കാം. കൂടാതെ ഈ സമയം അധ്വാനഭാരം അല്പം വർദ്ധിക്കും. എന്നിരുന്നാലും കാര്യങ്ങൾ അനുകൂലമായി തീരും. ജോലികൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ സാധിക്കും. എന്നാൽ ചില കാര്യങ്ങൾ ക്ലേശകരമായി തോന്നും. എന്നിരുന്നാലും അത്തരം കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാകുന്നു. കൂടാതെ ഈ സമയം ആലസ്യം നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആലസ്യം ഒഴിവാക്കി വിജയം നേടുവാൻ സാധിക്കും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ സന്തോഷകരമായ നിമിഷങ്ങൾ കടന്ന് വരാവുന്നതാണ്. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേർന്നു എന്ന് വരാം. പൊതുവിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. ഈ സമയം തീർച്ചയായും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാനെ നിത്യവും ആരാധിക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നാൽ കഴിയുന്ന വഴിപാടുകൾ, പ്രത്യേകിച്ചും തുളസിമാല ഈ സമയം ഭഗവാന് സമർപ്പിക്കുന്നതും പാൽപായസ വഴിപാട് നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തീർച്ചയായും ഐശ്വര്യം വർദ്ധിക്കുകയും ഭഗവാന്റെ കടാക്ഷത്താൽ കൂടുതൽ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു.